കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ എന്ന സഹോദരൻ കർണാടകയിലെ ഷിരൂരിൽ അപകടത്തിൽ പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മനാഫിനെ ലോകം അറിഞ്ഞത്. ഏകദേശം 72 ദിവസം കൊണ്ടാണ് ലോക മലയാളികളുടെ മനസ്സിൽ മനാഫ് ഇടം നേടിയത്. മനാഫിൻ്റെ ഇടപെടലുകളും ആത്മാർത്ഥതയും മനസ്സിൻ്റെ വിശാലതയുമൊക്കെ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. മനാഫിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം തന്നെയാണ് ഈശ്വർ മാൽപ്പയുടെ മക്കൾക്ക് ചികിത്സ ലഭിച്ചതും അതുവഴി ഈശ്വർ മാൽപ്പയുടെ മക്കൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയും ഇന്ന് കേൾക്കാൻ സാധിച്ചു. മനാഫിനെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും മനാഫ് ചെയ്തു വരുന്നുണ്ട്. ഇതിനിടയിൽ മനാഫിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കുന്നതിനും സത്യസന്ധത വരുത്തുന്നതിനും വേണ്ടിയൊക്കെ തന്നെ മനാഫ് ഒരു ചാരിറ്റി ആപ്പിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ പറയപ്പെട്ട ആപ്പിന് ലക്ഷങ്ങൾ വരുന്നത് കൊണ്ടും ഒരുപാട് ആളുകളിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയർന്നത് കൊണ്ടുമൊക്കെ തന്നെ ആ ഒരു കാര്യം മനാഫ് ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ മനാഫിനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് മനാഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മനാഫിന് ഇപ്പോഴും പല പല പ്രോഗ്രാമുകളിലൂടെ ലഭിക്കുന്ന പൈസ എല്ലാം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 72 ദിവസം കൊണ്ട് മനാഫിനെ ജനഹൃദയങ്ങളിൽ മലയാളി മനസ്സിൽ ഇടം നേടിയതുപോലെ തന്നെ മനാഫിൻ്റെ ചാനലായ ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ച ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ചാനലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് പെട്ടെന്നായിരുന്നു അതിൻ്റെ ഉയർച്ച. അർജുനുമായിട്ടുള്ള മനാഫുമായിട്ടുള്ള വിവാദപരമായ കാര്യങ്ങൾ കത്തി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ മനാഫിൻ്റെ ചാനലിൽ ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു കാഴ്ചക്കാരായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള മനാഫിൻ്റെ ചാനലിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെയധികം പരിതാപകരമായ അവസ്ഥയാണുള്ളത്. ഓരോ ദിവസം ചൊല്ലുന്തോറും മനാഫിൻ്റെ ചാനലിൽ കാഴ്ചക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന സിറ്റുവേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈയൊരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഏകദേശം 2 വർഷം മുൻപ് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്ന് നടന്നുകൊണ്ട് ഹജ്ജിന് പുറപ്പെട്ട ഷിഹാബ് ചോറ്റൂർ എന്ന ഒരു സഹോദരനെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സൗദിയിലേക്ക് ഹജ്ജിന് വേണ്ടി നടക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് 1000-ഓ 2000-ഓ ആയിരുന്നു. പക്ഷേ അദ്ദേഹം സൗദിയിൽ എത്തുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചാനൽ 1 മില്യണും 2 മില്യണുമായി ഉയരുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ചാനലിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെയധികം പരിതാപകരമായ അവസ്ഥയാണുള്ളത്. മനാഫിൻ്റെ ചാനലിൽ ഇനിയും ഒരുപാട് കാഴ്ചക്കാർ വരണമെങ്കിൽ മനാഫ് ഇനിയും ഒരുപാട് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ മനാഫിൻ്റെ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മനാഫിൻ്റെ ബിസിനസ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ മറ്റുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളുമായി മനാഫ് ഇനിയും മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.